നമസ്തേ, റൂട്ട് റൂട്ട്സിലേക്ക് സ്വാഗതം. ചിത്രാഞ്ജലിയിലെ കാഴ്ചകളിലേക്കാണ് ഇന്നും. മലയാള സിനിമയുടെ വരവ് മുതൽ ഇങ്ങോട്ടുള്ള കാലം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ. ഏകദേശം അരനൂറ്റാണ്ടുകാലത്തെ ചലച്ചിത്രയാത്രയിൽ നാഴികക്കല്ലായ രേഖകൾ ചിത്രാഞ്ജലിയിലുണ്ട്. നിരവധി ചിത്രങ്ങൾക്ക് ജീവൻ നൽകിയ ഇടമാണിത്. മലയാള സിനിമയ്ക്ക് പശ്ചാത്തലമായ ഈ സ്ഥലത്ത് കഥാസന്ദർഭങ്ങൾക്കനുസരിച്ചുള്ള സെറ്റുകളുണ്ട്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന പല സിനിമാരംഗങ്ങളുടെയും ചിത്രീകരണം ചിത്രാഞ്ജലിയിലായിരുന്നു. ഇത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഏകദേശം 75 ഏക്കറിലോളം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഇതാണ്. ഹില്ല് ഇതിൽ എയർപോർട്ടിൽ നിന്നും ഇവിടെ പരശുരാമ ക്ഷേത്രത്തിൽ നിന്നും അടുത്തായിട്ട് 75 ഏക്കറോളം സ്ഥലത്ത് സ്പ്രെഡ് ചെയ്ത് കിടക്കണം. അതിൽ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് സെറ്റ്സുകൾ എല്ലാം ഉണ്ട്. നേരത്തെ പോലെ പോലീസ് സ്റ്റേഷൻ, പഴയ വില്ലേജ് ഹൗസ്, അങ്ങനെയൊക്കെയുള്ള പഴയ കെട്ടിടങ്ങൾ, ഓടിട്ട കെട്ടിടങ്ങൾ, ചെറിയ കുളങ്ങൾ, ലാൻഡ്സ്കേപ്പ്, മനോഹരമായ ലാൻഡ്സ്കേപ്പ് എല്ലാം ഉണ്ട്. അതുകൂടാതെ നമുക്കൊരു ഫിലിം മ്യൂസിയം ഉണ്ട്. അതായത് സെല്ലിലോയിഡ് എറേ ഇത് ഓർമ്മിപ്പിക്കുന്ന, ഇനി നമുക്കൊന്നും പലർക്കും കാണാൻ പറ്റാത്ത പല ഇത് ഡിജിറ്റൽ വരുന്നതിന് മുമ്പ് അനലോഗ് എറയിലുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് പഴയ ബോളക്സ് ക്യാമറ, 35mm ക്യാമറ, മിച്ചൽ ക്യാമറയൊക്കെ അതിനകത്തുണ്ട്. പല എഡിറ്റിങ്ങിൽ ഉപയോഗിച്ചിരുന്ന അനലോഗ് ഇതൊക്കെ ആയിട്ടുള്ള പഴയകാല സിനിമ ചരിത്രം ഉറങ്ങുന്ന ഒരു ഇതാണ്. അത് വളരെ ഇതായിട്ടുള്ള ഇതാണ്. അതിനകത്തിരിക്കുന്ന ഓരോ എക്യുപ്മെൻറ്റ്സും, അതിനകത്തിരിക്കുന്ന 35mm ഡബ്ബർ, പഴയ ടൈപ്പ് മിക്സറുകൾ, പഴയ ലൈറ്റ്സ്, അതിൻ്റെ ബൾബ്സ്, പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫിലിംസ്, അതായത് 8mm, 16mm, 35mm സിനിമാസ്കോപ്പ് ഫിലിംസ്, പിന്നെ പഴയ ടൈപ്പ് വെസ്ട്രക്സിൻ്റെയും പ്രൊജക്ടർ എല്ലാം ഇരിപ്പുണ്ട്. അനലോഗ് സിസ്റ്റമാണ് അതിനകത്തിരിക്കുന്നതൊക്കെ. പിന്നെ ചില ഇതായിട്ട് വളരെ വിലപിടിപ്പുള്ള കുറേ ഫോട്ടോസും ഒക്കെ ഉണ്ട് അതിനകത്ത്. അനലോഗിൽ നിന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്കുള്ള മാറ്റം സിനിമാ നിർമ്മാണ മേഖലയെ ഉടച്ചുവാർത്തു. സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക ഘടകങ്ങളെയും ഈ മാറ്റം ആഴത്തിൽ സ്വാധീനിച്ചു. പുതിയ കാലത്തെ മാറ്റങ്ങൾ ചലച്ചിത്ര നിർമ്മാണ പ്രക്രിയയെ മാറ്റിമറിച്ചു. അധ്വാനം കുറഞ്ഞു. ചിത്രീകരണത്തിന് മുമ്പും ശേഷവുമുള്ള പ്രവർത്തനങ്ങളുടെ സമയദൈർഘ്യം കുറഞ്ഞു. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ സമയവും സൗകര്യവും അനുസരിച്ച് ജോലി ക്രമപ്പെടുത്താൻ കഴിഞ്ഞു. എങ്കിലും ആദ്യകാല പ്രവർത്തകരുടെ ശ്രമകരമായ ജോലിയുടെ ഫലം അന്നത്തെ ചിത്രങ്ങളിൽ അന്നും ഇന്നും ഒരുപോലെ നിലനിൽക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തുടക്കക്കാരുടെ സിനിമയായിരുന്നു ആദ്യം ഇവിടുന്ന് തുടങ്ങിയിട്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ ഒരു ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്റ്റുഡിയോ ഫെസിലിറ്റീസിലേക്ക് അവർ മാറും. കാരണം നമുക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒരു ചെറിയ സ്റ്റുഡിയോ ആണ്. ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നുമില്ല, ഒരുപാട് ക്യാമറകളില്ല, റെക്കോർഡിംഗ് തിയേറ്ററുകൾ അധികമില്ല, മിക്സിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും മദ്രാസ് പോലെ ഒരുപാട് സ്ഥാപനങ്ങളില്ല. ലാബ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ലാബാണ്. ഇതിൻ്റെ ഒരു 10 മടങ്ങ് വലിയ ലാബാണ് മദ്രാസിലുള്ള പ്രൈവറ്റ് മേഖലയിലെ ലാബുകൾ. അപ്പോൾ ചെറിയ ഫെസിലിറ്റീസ് ആവശ്യമുള്ളവർ മാത്രമേ ഇവിടെ നിന്നുള്ളൂ. ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ പാരലൽ സിനിമ, അതായത് ആർട്ട് ഫിലിം പറയുന്ന ആൾക്കാരുടെ ഒരു പർദീസയായിരുന്നു ചിത്രാഞ്ജലി. അതായത് നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ഇന്ത്യൻ പനോരമ സെലക്ഷൻ കിട്ടിയ ഒരുപാട് ചിത്രങ്ങൾ, അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, KR മോഹനൻ, VR ഗോപിനാഥ്, ലെനിൻ രാജേന്ദ്രൻ, TV ചന്ദ്രൻ തുടങ്ങി ഒരുപാട് സിനിമക്കാർ ഇവിടെ വന്ന് സിനിമ എടുക്കുകയും അവരുടെ ചിത്രങ്ങൾക്ക് അവാർഡ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരു ചിത്രാഞ്ജലിയുടെ ഒരു വലിയ നേട്ടം എന്ന് വെച്ചാൽ ഇത്തരം സിനിമകളുടെ പിന്നിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ചിത്രാഞ്ജലിയെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റലിലേക്കുള്ള മാറ്റം പുതിയ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള കാലം കൂടിയായി. വളരെ പെട്ടെന്നാണ് സാങ്കേതികത അടിമുടി മാറിയതെന്നും ആ മാറ്റം സിനിമയെ സ്വാധീനിച്ചതെന്നും മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചവർ ഒരേ സ്വരത്തിൽ പറയുന്നു. 2010-11 ആ കാലഘട്ടത്തിലാണ് ഫിലിം ലാബ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ഫിലിം പ്രോസസ്സിങ്ങും പ്രിൻറ്റിങ്ങും പോയിട്ട് 2010-11 കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ഡിജിറ്റൽ യുഗമായിട്ട് വന്നത്. ഇത് തിയേറ്ററിലെ പ്രൊജക്ഷൻ ഡിജിറ്റലായിട്ട് മാറി, അവിഡ് എഡിറ്റിംഗ് വന്നു, അനലോഗ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മാറി ഡിജിറ്റലായപ്പോൾ നമ്മൾ അന്ന് വെച്ചിരുന്നത് എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സാണ് അന്ന് എല്ലായിടത്തും വെച്ചിരുന്നത്.
റെക്കോർഡിംഗ് തിയേറ്ററിലായാലും പ്രോ ടൂൾസ് അവിഡ് എല്ലാ ഇതും അന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിക്സർ ഫെയ്ഡർ അങ്ങനെയുള്ള എല്ലാ ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് അന്ന് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. അത് കഴിഞ്ഞ് DI വന്നപ്പോഴും 2015 ഞങ്ങൾ വെച്ച DI എന്ന് പറയുന്നത് ബേസ് ലൈറ്റ് 2 എന്ന് പറഞ്ഞിട്ട് വളരെ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവം സ്റ്റുഡിയോകളിൽ മാത്രമുള്ള മെഷീനാണ് ബേസ് ലൈറ്റ് 2 എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ പ്ലഗിങ്സ് അപ്ഗ്രേഡേഷനൊക്കെ ഇപ്പോഴും നമ്മൾ ഓരോ വർഷവും നല്ലൊരു എമൗണ്ട് ചിലവാക്കിയാണ് അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് കോമ്പറ്റ് ചെയ്യാൻ പറ്റി നിന്നത് ഈ മോസ്റ്റ് മോഡേൺ ടെക്നിക്സും അന്ന് മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സും ഉപയോഗിച്ചിരുന്നതാണ്. അതൊക്കെ വർക്ക് ചെയ്യാനുള്ള ടെക്നീഷ്യൻസും എല്ലാം ഇതിന് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള നല്ല ഇതായിട്ടുള്ള ഹൈലി സ്കിൽഡ് ടെക്നീഷ്യൻസൊക്കെ ആയിരുന്നു അന്ന് എല്ലാ മേഖലയിലും അന്ന് ഉണ്ടായിരുന്നു. തുടക്കത്തിലും ഉണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ അത് ഫോളോ ചെയ്ത് വന്നവരും ഒക്കെ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതൊക്കെ കൊണ്ടാണ് ചിത്രാഞ്ജലിക്കും KSFDCക്കും ഇപ്പോൾ ഇതിൽ ഇത്രയും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നത്. ഏകദേശം നമ്മൾ ഒരു 160-170 സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമ്മളൊരു 35-40 സിനിമ നമ്മുടെ KSFDCയുടെ തന്നെ ഭാഗമായിട്ട് ഓരോ വർഷവും സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, ഇന്ത്യൻ പനോരമയ്ക്കും റിലീസും ഒക്കെ ആവാറുണ്ട്. അത്ര വലിയ കമേഴ്ഷ്യൽ പടങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുവിധം നല്ല പാരലൽ സിനിമയുടെ ഒരു മെയിൻ കേന്ദ്രം ഇപ്പോഴും ചിത്രാഞ്ജലി സ്റ്റുഡിയോ തന്നെയാണ്. സ്റ്റുഡിയോ പ്രവർത്തിച്ചു തുടങ്ങിയ വർഷം മുതൽ തന്നെ ധാരാളം ചിത്രങ്ങൾ ഇവിടെ നിന്ന് കാണികളിലേക്ക് എത്തി. മലയാള സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായി തീർന്നു ചിത്രാഞ്ജലി സ്റ്റുഡിയോ. മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുമ്പോഴും പഴയ കാലത്തെ അമൂല്യ ഉപകരണങ്ങൾ കാണാനും മനസ്സിലാക്കാനും വിദ്യാർത്ഥികളും സിനിമാ പ്രവർത്തകരുമെല്ലാം ഇവിടെ എത്തുന്നു. ആദ്യകാലത്ത് സിനിമാ ചിത്രീകരണത്തിന് ഉപയോഗിച്ചിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാ കാലഘട്ടം മുതൽ ഉപയോഗിച്ചുള്ള ലൈറ്റുകളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഈ ലൈറ്റിൽ ഏറ്റവും ബാക്കിൽ കാണുന്ന വലിയ ലൈറ്റ്, ഒരു 3-4 പേര് ചുമന്ന് കൊണ്ടുപോകുന്ന ഒരു ലൈറ്റാണ് ടെണ്ണർ ലൈറ്റ് എന്ന് പറയും, 10 kV ലൈറ്റ്. ഈ 10 kV ലൈറ്റിൻ്റെ അന്നത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പ്രകാശത്തോടൊപ്പം ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രകാശത്തോടൊപ്പം ചൂടും വരുന്നതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ഇത് ചൂട് അസഹനീയമാകും. പ്രത്യേകിച്ച് ക്ലോസ് ഷോട്ട് എടുക്കുമ്പോൾ, ഒരു മിഡ് ക്ലോസ് എടുക്കുമ്പോൾ, ഒരു ടൈറ്റ് ക്ലോസ് എടുക്കുമ്പോൾ ഈ ടെണ്ണർ ലൈറ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ അതിൻ്റെ എത്രത്തോളം അത് അവർക്ക് ബുദ്ധിമുട്ടാകുന്നു. ആ ലൈറ്റിന് ശേഷം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, നിലവിൽ നമ്മൾ ഇപ്പോൾ ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ചെന്നാൽ ഉപയോഗിക്കുന്നത് പല ലൈറ്റുകളും കൂൾ ലൈറ്റുകളായിരിക്കും. M80 സീരീസ് എന്ന് പറഞ്ഞ പുതിയ ലൈറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്, അക്യൂച്ചർ ലൈറ്റ് എന്ന് പറഞ്ഞ പുതിയ ലൈറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ലൈറ്റുകളൊക്കെയാണ് ഇപ്പോൾ ചാനലുകളിലും പിന്നെ സിനിമാ ചിത്രീകരണ സ്ഥലങ്ങളിലുമൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റുകൾ. പക്ഷേ അന്ന് ഉപയോഗിച്ചിരുന്ന ഈ പറയുന്ന 10 kV ലൈറ്റ്, മിനി ബ്രൂട്ട് എന്ന് പറയുന്ന ലൈറ്റ്, ആ മിനി ബ്രൂട്ട് എന്ന ലൈറ്റ് അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ 1.2 HMI ലൈറ്റ് ഇരിപ്പുണ്ട്. ഇത് 1.2, അത് 2.5, ഇത്തരത്തിലുള്ള HMI ലൈറ്റുകൾ, ടങ്സ്റ്റൺ ലൈറ്റുകൾ, ബേബി ലൈറ്റ്, ജൂനിയർ ലൈറ്റ്. ഈ ബേബി ലൈറ്റുകളും ജൂനിയർ ലൈറ്റുകളും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും. പക്ഷേ ആദ്യകാലത്ത് ഉപയോഗിക്കുന്ന ബേബി ലൈറ്റുകൾ, ടങ്സ്റ്റൺ ലൈറ്റുകൾ, ഇത്തരത്തിൽ ലൈറ്റിൻ്റെ ഒരു പ്രത്യേക ശേഖരം തന്നെ ഈ ഫിലിം മ്യൂസിയത്തിലുണ്ട്. അത് നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ കാണാവുന്നതാണ്. കൂട്ടായ്മയുടെ വിജയമായി തീരുന്നത് ആ മേഖലയിലുള്ളവർ എല്ലാവരും ഒരേ മനസ്സോടെ മുന്നേറുമ്പോഴാണ്. പഴയകാല ചിത്രങ്ങൾക്ക് ആ കൂട്ടായ്മ അത്യാവശ്യമായിരുന്നു. ഓരോ ജോലിയും സൂക്ഷ്മതയോടെ, ക്ഷമയോടെ, ജാഗ്രതയോടെ ചെയ്തു തീർത്താൽ മാത്രമേ ഒടുവിൽ നല്ല സിനിമയെന്ന അംഗീകാരം നേടാനാകൂ. നല്ല സിനിമ ചെയ്ത ചാരിതാർത്ഥ്യം അതിൽ ജോലി ചെയ്തവർക്കുണ്ടാകൂ. ഞാൻ ഈ സെല്ലുലോയിഡിൻ്റെ അവസാനത്തോടെ ഞാൻ പിൻവാങ്ങി. കാരണം വെച്ചാൽ സിനിമ എന്ന് പറയുന്ന ഫിലിം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞൊരു ലബോറിയസ് ടാസ്ക്കാണ്. ഒരുപാട് ഉപകരണങ്ങളും എക്യുപ്മെൻറ്റ്സും ഒരുപാട് സ്റ്റാഫും ഒക്കെ ആവശ്യമുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ലാബിൽ തന്നെ, ചിത്രാഞ്ജലി ലാബിൽ തന്നെ ഏതാണ്ട് 40ഓളം പേര് വർക്ക് ചെയ്തിരുന്നു. 2 ഷിഫ്റ്റിലായിട്ട് രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, 2 ഷിഫ്റ്റുകൾ. അപ്പോൾ ഈ ഫിലിം പ്രിൻ്റൊക്കെ എടുക്കണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. ഒരു സിനിമയുടെ തന്നെ പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഒരു 14-15 പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ അന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ മാത്രമേ ഇത് റിലീസ് ചെയ്തിരുന്നുള്ളൂ. അല്ലെങ്കിൽ 1-2 സ്ഥലങ്ങളിൽ കൂടെ ഒരു 15-16 പ്രിൻ്റൊക്കെ അന്ന് എടുത്തിരുന്നുള്ളൂ. അപ്പോൾ ഈ 16 പ്രിൻ്റ് എടുക്കണമെങ്കിൽ തന്നെ ഒരു 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലാബ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ ഒരു ലബോറിയസ് ടാസ്കും ഇത്രയും ആൾക്കാരുടെ ആവശ്യമില്ലാതെ വന്നു ഡിജിറ്റൽ മേക്കിംഗ് വന്നപ്പോൾ. അപ്പോൾ ഈ ഡിജിറ്റൽ എന്ന് വെച്ചാൽ ഒരാൾ മതിയാവും. കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ആൾ മതിയാവും ഡിജിറ്റൽ സിനിമ ഗ്രേഡ് ചെയ്യാനും. ലാബിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഗ്രേഡിംഗ് മാത്രമാണ്.
അക്കാലത്ത് KSFDC ചെയർമാനായ P. ഭാസ്കരൻ, ഇപ്പോഴത്തെ ചെയർമാനായ ഷാജി N. കരുൺ, സംവിധായകരായ KR മോഹനൻ, VR ഗോപിനാഥ്, ലെനിൻ രാജേന്ദ്രൻ തുടങ്ങിയവർ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ മാനേജർമാരായിരുന്നു. നിരവധി ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ P. ദേവദാസ്, T. കൃഷ്ണനുണ്ണി, N. ഹരികുമാർ തുടങ്ങിയവർ ശബ്ദലേഖന വിഭാഗത്തിലും ഉണ്ടായിരുന്നു. വളരെ ഫാസ്റ്റായിട്ടാണ് ടെക്നോളജി വളർന്നത്. പിന്നെ ഡിജിറ്റലിലേക്ക് മാറി. ഞാനിപ്പം ഞാൻ ആ കാലഘട്ടത്തിലുള്ള പ്ലേബാക്ക് മെഷീൻസ് പറഞ്ഞ മാതിരി യൂസ് ചെയ്യുന്ന വലിയ ഫിലിമിട്ടിട്ട് പ്ലേബാക്ക് പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. പിന്നീട് നാഗരയിലേക്ക് മാറി. പിന്നെ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവന്നത് ഈ ഡിജിറ്റലായി കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഡാറ്റ അങ്ങനെ മെഷീൻസൊക്കെ വന്നു. പിന്നെ പെട്ടെന്ന് വളർന്നു. ലാബ് എന്നുള്ള ലാബിൻ്റെ പ്രവർത്തനമേ നിന്നുപോയി. എന്ന് വെച്ചാൽ ലാബിൻ്റെ ആവശ്യമില്ല, ഫിലിം ഉപയോഗിക്കാതായി എല്ലാവരും. അപ്പോൾ ലാബ് ടോട്ടലി പൂട്ടിപ്പോയി. പിന്നെ പ്രിൻ്റ്, അന്ന് സൂക്ഷിച്ചിരുന്ന പ്രിൻ്റെല്ലാം ഡിജിറ്റൈസ് ചെയ്ത് കുറേ നെഗറ്റീവൊക്കെ ചീത്തയായി പോയി. അങ്ങനെ കുറേ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കുറേ വിഷ്വൽസ് നമുക്ക് ഇത് കാരണം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാം. ഈ ടെക്നോളജി മാറി വന്ന് പ്രിസർവ് ചെയ്യാതെ കുറേ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 5.1 എന്നൊരു, ഞാൻ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5.1 സറൗണ്ട് സിസ്റ്റം എന്നൊരു ഇത് വന്നു. നമ്മൾ ഒരു സ്പീക്കറെ കൂടെ, ഒരു മോണോ സ്പീക്കറെ കേട്ടുകൊണ്ടിരുന്നത് ഡയലോഗും മ്യൂസിക്കും എഫക്ട്സും എല്ലാം കൂടെ കോംപ്രമൈസ് ചെയ്ത് ഒറ്റ സ്പീക്കറോടെ കേട്ടുകൊണ്ടിരുന്നത് ലെഫ്റ്റ് സെൻറ്റർ ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് സറൗണ്ട് അങ്ങനെ ഒരു സ്പ്രെഡ് ചെയ്ത് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ കൂടെ സെപ്പറേഷൻസ് കിട്ടി ട്രാക്കിന്. അത് മാറി 7.1 എന്ന കുറേ ഒരു ടെക്നോളജിയിലേക്ക് മാറി. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോൾബി അറ്റ്മോസ് എന്നൊരു പ്രോസസ്സാണ്. ഡോൾബി അറ്റ്മോസ് പറഞ്ഞാൽ നമുക്ക് ഏത് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എവിടെയാണ് നിൽക്കുന്നതെന്ന് ആ പോർഷനിലേക്ക് നമുക്ക് സൗണ്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പം ഈ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യല്ല. ഡയലോഗ് ആദ്യം മിക്സ് ചെയ്യുക, എഫക്ട്സ് പിന്നെ മിക്സ് ചെയ്യുക, മ്യൂസിക് മിക്സ് ചെയ്യുക, പാട്ട് മിക്സ് ചെയ്യുക, പിന്നാണ് ഫൈനൽ മിക്സിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രയും ഒരു ലോങ് പ്രോസസ്സായിട്ട് മാറി ഇപ്പം സൗണ്ടിൻ്റെ മിക്സിങ് ഇതൊക്കെ. അപ്പോൾ കുറേ സമയം എടുക്കും. ഒരു പടത്തിന് മിനിമം ഒരു 10-15 ദിവസമെങ്കിലും മിനിമം എടുക്കും ചെറിയ പടങ്ങൾക്ക് പോയി. അപ്പോൾ അത്രയും ഒരു പ്രോസസ്സിലാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ അന്ന് തുടങ്ങിയ ആ പഴയ ആദ്യ കാലഘട്ടങ്ങളിൽ തുടങ്ങി ഞാൻ 73-ലാണ് ആദ്യം ഞാൻ അഡാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നത്. ആ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചതൊന്നുമല്ല ഇപ്പം. പക്ഷേ ഫിലിം മേക്കിംഗ് സെയിമാണ് എൻ്റെ. പക്ഷേ എൻ്റെ ടെക്നോളജി മൊത്തമായിട്ട് മാറി. ഞാനൊരു 8 ടെക്നോളജിയുടെ പുറകിൽ ഓടിയിട്ടാണ് ഞാൻ ഇപ്പോഴും ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനെന്ന് ഔട്ട്ഡേറ്റഡായി പോയേനെ. അപ്പോൾ അത്രയധികം വളർന്നു. ഇപ്പോൾ ചിത്രാഞ്ജലിയിൽ ഈ ഡോൾബി അറ്റ്മോസ് എന്നൊരു ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പഴയ ആദ്യ കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്യണം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വലിയ സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അവിടെ ഒരുപാട് പടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഞങ്ങൾക്കൊരു 8-10 നാഷണൽ അവാർഡും ഒരു 10-32 സ്റ്റേറ്റ് അവാർഡും കിട്ടിയൊരു സ്ഥാപനമാണ് അത്. ഞങ്ങളുടെ ചിത്രാഞ്ജലി മിക്സിംഗ് സ്റ്റുഡിയോ. ഞങ്ങളുടെ ആദ്യകാലത്തെ ഞങ്ങളുടെ ഗുരു സ്ഥാനീയനായ മിസ്റ്റർ ദേവദാസ് ആയിരുന്നു ഞങ്ങളുടെ ഗുരു. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഞങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അതപ്പോൾ തന്നെ ഒരുപാട് പടങ്ങൾ, എലിപ്പത്ത്, മതിലുകൾ, അനന്തരം, പിറവി, ഇങ്ങനെ കുറേ അധികം പടങ്ങൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ സ്റ്റുഡിയോയിൽ. പിന്നെ വളരെയധികം മിക്കവാറും എല്ലാ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആ സ്റ്റുഡിയോ ആണ് ഇപ്പം ഒരു ഡോൾബി അറ്റ്മോസ് സ്റ്റുഡിയോ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പം ഇവിടെ ഉള്ള മിക്സിംഗ് സ്റ്റുഡിയോ ഞങ്ങളുടെ ഒരു ലാബിന് ഉപയോഗിച്ചിരുന്ന പ്രിവ്യൂ തിയേറ്ററാണ്. ആ തിയേറ്ററാണ് തൽക്കാലം കൺവേർട്ട് ചെയ്ത് മിക്സിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്റ്റുഡിയോ റെഡി ആവുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാറും. ശരിക്കും പ്രോസസ്സിങ്ങിൽ ബുദ്ധിമുട്ടില്ല. കാരണം അതൊരു കെമിക്കൽ പ്രോസസ്സാണ്. അതായത് എക്സ്പോസ്ഡ് ഫിലിം ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കെമിക്കൽസിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് പ്രോസസ്സായി പുറത്തു വരും. 1 മണിക്കൂറിൽ 50 അടി ഫിലിം എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നെഗറ്റീവ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രിൻ്റ് എടുക്കുകയാണ് അടുത്ത മാർഗ്ഗം. ഈ പ്രിൻ്റ് എടുക്കണമെങ്കിൽ, അതായത് ഫസ്റ്റ് കോപ്പി എടുക്കണമെങ്കിൽ അത് കളർ ഗ്രേഡ് ചെയ്യണം. നമ്മൾ ഔട്ട്ഡോറിലോ അല്ലെങ്കിൽ ഇൻഡോറിലോ ഷൂട്ട് ചെയ്ത് ഓരോ ഷോട്ടിനും കളർ വേരിയേഷൻ ഉണ്ടാവും. ഈ വേരിയേഷൻ ഇല്ലാതാക്കുകയാണ് കളർ ഗ്രേഡറുടെ ജോലി. പിന്നെ ആ സിനിമയ്ക്ക് വേണ്ട ഒരു മൂഡ് നൽകുക എന്നുള്ളത് കളർ ഗ്രേഡറുടെ ജോലിയാണ്. ഒരു കാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അതിനനുസരിച്ചൊരു മൂഡ്, അല്ലെങ്കിൽ മഴയുള്ള ഒരു സിനിമയാണ്, മൊത്തം മഴയാണെങ്കിൽ അതിൻ്റെ ഒരു മൂഡ്. അങ്ങനെ ഓരോ സിനിമയ്ക്ക് ആവശ്യമായ ഒരു മൂഡുണ്ടാവും. അത് ക്യാമറമാനായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നമ്മളത് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കണം. അല്ല, അവർ ഷൂട്ട് ചെയ്തതുണ്ടാവും, ഷൂട്ട് ചെയ്തുണ്ടെങ്കിൽ പോലും നമ്മൾ കൂടുതലത്
ഒരു ഇതാക്കി ഓർഡറാക്കി കൊടുക്കും. ഒരു 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 സീനിൽ തന്നെ 2 ഷോട്ട് ഉണ്ടെങ്കിൽ 2 ഷോട്ടിൻ്റെയും ലൈറ്റ് വേരിയേഷൻ ഉണ്ടാവും. സൺലൈറ്റ് ആയാലും ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉപയോഗിച്ചാലും വേരിയേഷൻ ഉണ്ടാവും. ആ വേരിയേഷൻ ഇല്ലാതൊക്കെയാണ് ഈ കളർ ഗ്രേഡിങ്ങിൽ ചെയ്യുന്നത്. ശരിക്കും നല്ല ഗ്രേഡിങ് എനിക്ക് തോന്നിയിട്ടുള്ള പിറവിയൊക്കെ ആദ്യം ഗ്രേഡ് ചെയ്ത് വളരെ നല്ലൊരു വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പിറവി അതിന് വളരെ ഇൻ്റർനാഷണൽ അവാർഡൊക്കെ കിട്ടിയ സിനിമയാണ് പിറവി. അതിന് TV ചന്ദ്രൻ്റെ എല്ലാ സിനിമകളും കൂടെയാണ് ചെയ്തിട്ടുള്ളത്. ആലിസിൻ്റെ അന്വേഷണം, ഡാനി, സൂസന്ന, മങ്കമ്മ തുടങ്ങി മിക്കവാറും 9ഓളം ചിത്രങ്ങൾ TV ചന്ദ്രൻ്റെ സിനിമകളാണ് ചെയ്തിരുന്നത്. അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. MP സുകുമാരൻ നായരുടെ ഒരുപാട് സിനിമകളിലൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ കമേഴ്സ്യൽ ഫീൽഡിൽ തന്നെ ബാലചന്ദ്രമേനോൻ്റെ 10ഓളം സിനിമകളിലൂടെ ചെയ്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ആദ്യം പ്രിയദർശൻ്റെയൊക്കെ ആദ്യ ചിത്രങ്ങളിലൂടെ ആയിരുന്നു. താളവട്ടമൊക്കെ ഇവിടെ ചെയ്ത സിനിമയാണ്. ഡിജിറ്റൽ യുഗത്തിലെ കാഴ്ചകൾ കാണുമ്പോൾ പഴയകാല സിനിമാ നിർമ്മാണ രീതി, അക്കാലത്തെ പ്രവർത്തകരുടെ അധ്വാനം എല്ലാം ഒരു ചിത്രം പോലെ തെളിഞ്ഞു വരും. വാസ്തവത്തിൽ മലയാള സിനിമാ ചരിത്രത്തിന് ഇത്ര ശക്തമായൊരു അടിത്തറ സമ്മാനിച്ചത് അക്കാലത്തെ പ്രവർത്തകരുടെ ആത്മസമർപ്പണം തന്നെയാണ്. പഴയകാലത്തെ ചലച്ചിത്ര നിർമ്മാണത്തിന് പിന്നിലെ സങ്കീർണതകൾ എന്തായിരുന്നു എന്ന് ചിത്രാഞ്ജലിയിലെ മ്യൂസിയം സന്ദർശിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയേറെ ശ്രമകരമായിരുന്നോ അക്കാലത്തെ പ്രവർത്തനങ്ങൾ എന്ന് അത്ഭുതം തോന്നും. ഈ സിനിമ പ്രേക്ഷകരും സിനിമ ചെയ്യുന്നവർക്കും എല്ലാം അറിയാവുന്ന ഒരു ഉപകരണമാണ് നാഗ്ര റെക്കോർഡർ. ഈ നാഗ്ര റെക്കോർഡർ എന്ന് പറഞ്ഞാൽ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്, ഷൂട്ടിംഗ് സമയത്ത് സോങ് റെക്കോർഡിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പല അന്നത്തെ കാലത്ത് പല ഇത് ക്യാമറയിലും ഈ സൗണ്ടിൽ നമ്മുടെ ഇപ്പോഴത്തെ ഉപയോഗിക്കുന്ന ഏത് ക്യാമറ ഉപയോഗിച്ചാലും ക്യാമറയുടെ ഫ്രണ്ടിൽ ഒരു ലൈറ്റ് ഒരു സൗണ്ട് പോലുള്ള അങ്ങനെ വെർഷനൊക്കെ ഉള്ള ക്യാമറകൾ ഇപ്പോഴുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലായിരുന്നു. ചില ക്യാമറകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഉപയോഗിച്ചിരുന്നത് വളരെ ഷാർപ്പായി സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാഗ്ര റെക്കോർഡർ ഉപയോഗിച്ചിരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു തീവണ്ടി വന്ന് നിൽക്കുന്ന ആണ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടത്. ആദ്യം സ്ക്രീനിൽ വന്ന് തീവണ്ടി എത്ര സെക്കൻഡാണ് തീവണ്ടി വന്ന് നിൽക്കുന്നത്, 5 സെക്കൻഡ് 6 സെക്കൻഡ് വന്ന് നിൽക്കും. അത് മാർക്കിന് ചിലപ്പോൾ തീവണ്ടിയുടെ ഫ്രണ്ട് ഏരിയ ആയിരിക്കും, ചിലപ്പോൾ മധ്യഭാഗമായിരിക്കും, ചിലപ്പോൾ ബാക്ക് ഷോട്ട് ആയിരിക്കും കാണിക്കുന്നത്. ഇതിൽ ഏത് ഷോട്ടിലാണോ ട്രെയിൻ വന്ന് നിൽക്കുന്നത് ആ ആംഗിളിൽ തന്നെ ഈ നാഗ്ര റെക്കോർഡറുമായി പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്ന് തീവണ്ടി വരുന്നത് ഷൂട്ട് ചെയ്യും. ഫ്രണ്ട് കൊണ്ട് നിർത്തുന്നത് ഷൂട്ട് ചെയ്യും, ബാക്ക് ഷൂട്ട് ചെയ്യും, ഏതാണോ നമ്മൾ കാണുന്നത് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഏത് ട്രെയിനാണെന്ന് അതാണ്, ചിലപ്പോൾ പാസഞ്ചർ ട്രെയിൻ ആയിരിക്കാം, ചിലപ്പോൾ ജനശതാബ്ദി ആയിരിക്കാം. അപ്പോൾ ഏത് ട്രെയിനാണോ വന്ന് നിൽക്കുന്നത് ആ ട്രെയിൻ നേരം വെയിറ്റ് ചെയ്ത് ഇത് ഷൂട്ട് ചെയ്ത് ഈ സൗണ്ട് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ഫിലിമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു റെക്കോർഡിംഗ് ഇതായിരുന്നു നാഗ്ര റെക്കോർഡർ. നാഗ്ര റെക്കോർഡർ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നിശബ്ദ ചിത്രത്തിൽ നിന്ന് ഇന്നത്തെ സിനിമയിലേക്കുള്ള ദൂരവും കാലവും എങ്ങനെയായിരുന്നുവെന്ന് അടയാളപ്പെടുത്തുന്നു ചിത്രാഞ്ജലി എന്ന ചലച്ചിത്ര ലോകം. ഒരു കാലത്ത് ചിത്രാഞ്ജലിയിലെല്ലാ VIPs വരുമായിരുന്നു. അതായത് തിരുവനന്തപുരത്ത് വരുന്ന ആൾക്കാരുടെ ഒരു വിസിറ്റിംഗ് സ്ഥലം കൂടെയാണ് ചിത്രാഞ്ജലി. അതിനൊരു പ്രധാന കാരണം സൂര്യ കൃഷ്ണമൂർത്തിയാണ്. പുള്ളിയുടെ അവിടുത്തെ ഫംഗ്ഷന് വരുന്ന ആൾക്കാരൊക്കെ ചിത്രാഞ്ജലി കൊണ്ടുവന്ന് കാണിക്കുക. അങ്ങനെ സത്യജിത് റേ, മൃണാൾസൻ ഉൾപ്പെടെ എല്ലാവരെയും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരവസരത്തിൽ സത്യജിത് റേ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തിനോടൊപ്പം ഫോട്ടോ എടുക്കാനൊക്കെ പോയി കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നു. കാരണം ഞാൻ നയിക്കുന്ന ഏറ്റവും വലിയ ഫിലിം മേക്കർ സത്യജിത് റേ ആണ് ഇന്ത്യയിൽ. മലയാള സിനിമയുടെ ചരിത്രം അന്വേഷിക്കുമ്പോൾ നമ്മൾ ചിത്രാഞ്ജലിയുടെ ചരിത്രം കൂടി അറിയേണ്ടതുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും തിളങ്ങി നിൽക്കുന്ന ആ പഴയ കാലം. റൂട്ട്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച. നമസ്തേ.